Good morning, everyone. Today we are going to learn about the next part in biology, life process. In a previous class or previous part, we are already discussed about nutrition, respiration. Okay, then let's move on the next part, that is circulatory system or transportation. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എല്ലാം നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പാകത്തിന് ന്യൂട്രിയൻസിനെ സെറ്റാക്കി വെള്ളിക്കകത്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ഇതിനെയൊക്കെ നമ്മൾ അബ്സോർബ് ചെയ്യണം. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റം അഥവാ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഇൻ ദ സെൻസ് ട്രാൻസ്പോർട്ടേഷൻ വാട്ട്, എന്താണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ transport of gases, oxygen, or food, hormones, etc. transfer to various parts of the body, that is transportation. Okay, we have to discuss transportation in human beings and as well as transportation in plants in this chapter. Transportation in humans take place through circulatory system. So this circulatory system include blood vessel, heartbeat, heart, then lymph vessel. Okay, അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ഫുഡ്, ഹോർമോൺസ് എക്സെട്ര ട്രാൻസ്ഫർ ടു വേരിയസ് പാർട്ട് ഓഫ് ദി ബോഡി, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പഠിക്കുക. ഇനി നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ നന്നായിട്ടൊന്ന് പഠിക്കാൻ പോവാണ്. സർക്കുലേറ്ററി സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. In a previous year we are already studied about so many organisms and their classification. We know so many organisms in kingdom Animalia, then their classification, or different organisms, then their properties, so many varieties are there. So their classification already studied in a previous year. Okay, അപ്പോൾ അതിൽ പെട്ടതാണ് മൊളസ്ക, ആർത്രാപ്പോഡ. അപ്പോൾ ഇവരുടെ കേസിലാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം നമുക്ക് പറയാൻ പറ്റുക. അതായത് ഇവിടെ ലിംഫ് വെസലും ലിംഫും അതേപോലെ ബ്ലഡും അവർ തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കാണാം. അതായത് അവിടെ റെഡ് കളർ ലിക്വിഡായിട്ടുള്ള ബ്ലഡും ഉണ്ടാവും, കളർലെസ് ലിക്വിഡായിട്ടുള്ള ലിംഫ് ഉണ്ടാവും. പക്ഷെ രണ്ട് പേരും തമ്മിൽ മിക്സ് ആയിട്ടാണ് അവിടെ ഉണ്ടാവുക ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ. അതായത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ട് വിൽ പമ്പ് ദ ബ്ലഡ് ഡയറക്ട്ലി വിത്ത് ദ വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡിയാണ്. അതായത് ഇവരുടെ കേസിൽ ഹാർട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ബ്ലഡിനെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എൻറ്റർ ചെയ്യുക അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സ്, ബേർഡ്സ്, ആനിമൽസ്, വെർട്ടിബ്രേറ്റ് എക്സെട്ര. ഓക്കെ, അവിടെ ബ്ലഡ് വെസൽ പ്രസൻറ്റ് സെപ്പറേറ്റ്ലി, അതേപോലെ ലിംഫ് വെസൽ പ്രസൻറ്റ് സെപ്പറേറ്റ്ലി. സോ ഹാർട്ട് വിൽ പമ്പ് ദ ബ്ലഡ് ഇൻ ടു ദ സ്പെഷ്യലൈസ്ഡ് പൈപ്പ്. ആ സ്പെഷ്യലൈസ്ഡ് പൈപ്പിനെയാണ് നമ്മൾ ബ്ലഡ് വെസൽ എന്ന് വിളിക്കുക. അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്ലഡ് വെസൽ എന്ത് ചെയ്യാണ്, ബ്ലഡിനെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എന്ത് ചെയ്യും, സപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റവും ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിലെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ബ്ലഡിനെ നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. ബ്ലഡിൽ പ്രസൻ്റ് ആയിട്ടുള്ളതാണ് ബ്ലഡ് പ്ലാസ്മ ആൻഡ് ബ്ലഡ് സെൽ. ബ്ലഡ് പ്ലാസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബ്ലഡിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അൺഡിസ്റ്റർബായിട്ട്, അതായത് ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ഫോർ എ ലോങ്ങർ ടൈം, കുറച്ച് ടൈം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അതിൻ്റെ അപ്പർ പാർട്ട് കളർലെസ് ലിക്വിഡായിട്ട് കാണാൻ പറ്റും. എന്താ, ബോട്ടം അല്ലെങ്കിൽ ലോവർ പാർട്ടിൽ നമുക്ക് റെഡ് കളർ ലിക്വിഡായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഈ ഒരു ബ്ലഡിനെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അവിടെ മുകളിലെ പാർട്ടിൽ നമുക്ക് യെല്ലോ കളർ അല്ലെങ്കിൽ കളർലെസ് ലിക്വിഡും കാണാൻ പറ്റും. ആൻഡ് താഴെ ബോട്ടം അല്ലെങ്കിൽ ലോവറിൽ നമുക്ക് റെഡ് കളർ ലിക്വിഡും കാണാൻ പറ്റും. ആ റെഡ് കളറാണ് റെഡ് ബ്ലഡ് അഥവാ ബ്ലഡ് സെല്ലുകളും, മുകളിൽ കാണുന്നതാണ് നമ്മുടെ ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്ലാസ്മ എന്ന് പറയുന്നത് കളർലെസ് ഫ്ലൂയിഡാണ്, അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ഫ്ലൂയിഡാണെന്ന് പറയാം. ഈ പ്ലാസ്മയിലെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ അബ്സോർബ് ന്യൂട്രിയൻസ്, അബ്സോർബ് വേസ്റ്റ് പ്രൊഡക്റ്റിന്, അതായത് നൈട്രജനിയസ് വേസ്റ്റ് പ്രൊഡക്റ്റ്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇവനെയൊക്കെ അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാസ്മയുടെ ഡ്യൂട്ടി. അതേപോലെ ബ്ലഡ് സെൽസിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ
അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് RBC ആണ്, അതേപോലെ WBC ആണ്, അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. RBC എന്ന് പറഞ്ഞാൽ അതിൽ RBC റെഡ് ബ്ലഡ് സെൽസ് ആണ്. RBC കണ്ടെയ്ൻ സ്പെഷ്യലൈസ്ഡ് പിഗ്മെൻറ്റ് ദാറ്റ് ഈസ് ഹീമോഗ്ലോബിൻ. ആ റെഡ് കളർ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഹാസ് ഗ്രേറ്റ് അഫിനിറ്റി ഫോർ ഓക്സിജൻ ഗ്യാസ് ആണ്. അതായത് ഭയങ്കര അട്രാക്ഷനാണ് ആരോട്? ഓക്സിജനാണ്. ഓക്കെ, ക്യാരി ഓക്സിജൻ ഗ്യാസ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പോൾ അതാണ് RBCയുടെ പ്രത്യേകത. ദെൻ അതിലുള്ളതാണ് പിന്നെ WBC. ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ സെൽസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. ഇൻഫെക്ഷനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളാരാണ്? WBC ആണ്, ഡിഫൻസ്, അതായത് പ്രതിരോധം. പിന്നെയുള്ളത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അതെന്താ ചെയ്യുക? നമുക്ക് എന്തെങ്കിലും ഇൻസുലിൻസ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് ലോസ് ചെയ്യും, നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ അതിനെ ക്ലോട്ട് ചെയ്യുക, ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് അത് തടയുന്ന ഒരാളാണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബ്ലഡിലുള്ളത് കൊണ്ടാണ് നമുക്ക് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 55% പ്ലാസ്മയും 45% ബ്ലഡ് സെല്ലും ആണെന്ന് പറയാം. ഓക്കെ, ഇതാണ് ബ്ലഡിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ബ്ലഡ് വെസലുകളെ പറ്റിയിട്ടാണ്. ബ്ലഡ് വെസലുകളെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ബ്ലഡ് വെസലുകൾ പെട്ടതാ 3 ആൾക്കാരാണ്: ആർട്ടറീസും, വെയിൻസും, കാപ്പിലറീസും. അപ്പോൾ അവരെ നമുക്ക് ഷോർട്ടായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, ബ്ലഡ് വെസലിൽ നമുക്ക് 3 പേരെ കാണാൻ പറ്റും ഇവിടെ. ആരൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലഡ് വെസലിൽ കാണുന്ന 3 പേര്, ഒന്ന് ആർട്ടറി ആണ്, സെക്കൻഡ് വൺ കാപ്പിലറി ആണ്, തേർഡ് വൺ വെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ആർട്ടറി എന്ന് പറഞ്ഞാൽ വളരെ തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ് ആർ പ്രസൻറ്റ് ഹിയർ. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ് ക്യാരി ബ്ലഡ് ഫ്രം ദി ഹാർട്ട്. അതായത് ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. ഇതാണ് ഹാർട്ട് എങ്കിൽ ഈ ഹാർട്ടിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആളാണ് ആര്? ആർട്ടറി എന്ന് പറഞ്ഞാൽ, ആർട്ടറീസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ആർട്ടറിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ആളാണ് വെയിൻ എന്ന് പറഞ്ഞാൽ. വെയിനിൻ്റെ ഡ്യൂട്ടി ഹാർട്ടിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഹാർട്ടിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് വെയിൻസിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡിന്, അതായത് നമ്മുടെ ബോഡിയിൽ ഉള്ളത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിന് ശേഷം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡാണ് നമുക്ക് എന്ത് ചെയ്യുക, വേരിയസ് പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർട്ടിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ലങ്സിലേക്ക് പോകുന്നതും ലങ്സിൽ നിന്ന് പ്യൂരിഫൈ ഒക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ്? ഹാർട്ടിലേക്ക് ബ്ലഡിനെ കൊണ്ടുവരുന്നത് വെയിൻസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ലങ്സിൽ നിന്നും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് തിരിച്ച് അഗെയിൻ നമ്മുടെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നതും വെയിനാണ്. ഓക്കെ, അതേപോലെ പ്യൂരിഫൈ ചെയ്ത നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഡിഫറെൻറ്റ് ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ആർട്ടറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടറി എന്ന് പറഞ്ഞാൽ ബ്ലഡിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എത്തിക്കുന്ന ആളാണ് ആർട്ടറി. അതേപോലെ വെയിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിലേക്ക് ഹാർട്ടിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നവരാണ്. പിന്നെ നമ്മുടെ വെയിൻസിൻ്റെ പ്രത്യേകത അവിടെ വാൾവ് പ്രസൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ് കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ബ്ലഡ് വെസലും ആർട്ടറീസും, ബ്ലഡ് വെസലുകളായിട്ടുള്ള ആർട്ടറീസും വെയിൻസും എന്താണ്, സ്മോൾ ചെറിയ ചെറിയ സിംഗിൾ ലെയറായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ കാപ്പിലറീസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെല്ലിനടുത്ത് നമ്മുടെ ആർട്ടറീസും വെയിൻസും എത്തുമ്പോഴേക്കും അവർ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? സ്മോൾ സിംഗിൾ ലെയറായിട്ട് മൈന്യൂട്ട് പോർസ് നമുക്കവിടെ കാണാൻ പറ്റും. അതിലൂടെയാണ് പിന്നെ ബ്ലഡ് നമ്മുടെ ടിഷ്യൂസിലേക്ക് ഊർന്നിറങ്ങുക, നമ്മുടെ സെല്ലിലേക്ക് ഊർന്നിറങ്ങുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സബ്സ്റ്റൻസുകൾ നമ്മുടെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇവർ 2 പേരുടെയും ഇടയിലുള്ള ആളാണ് ആര്? കാപ്പിലറി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡാണ്. അവിടെ ലിംഫ് വെസലും ബ്ലഡ് വെസലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്ലഡ് വെസലുകളെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പറയാം. ആർട്ടറിയിൽ മെയിനായിട്ട് നോക്കേണ്ടത് വാൾവുകൾ ആബ്സെൻ്റ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെയിൻസ് വാൾവ് പ്രസൻ്റ് ആണ്. ഇനി അവിടെ വാൾവുകൾ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൻ്റെ ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഓക്കെ, അത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, എന്തിനാണ് വെയിൻസിൽ വാൾവുകൾ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. വാൾവ്സ് പ്രസൻറ്റ് ടു പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്, അതാണ് അതിന് ആൻസർ വരിക. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസിനെ പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആർട്ടറീസ് ഉണ്ട് ഇവിടെ, അതേപോലെ വെയിനും ഉണ്ട് ഇവിടെ അല്ലേ. അപ്പോൾ എന്താണ് ആർട്ടറീസ് നമ്മുടെ ടിഷ്യൂ സെല്ലിന് അടുത്തേക്ക് എത്തുമ്പോഴേക്കും എന്താ ഇവിടെ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇല്ലേ. അതേപോലെ നമ്മുടെ വെയിനും ഇവിടെ നിന്ന് സ്മോൾ സിംഗിൾ ലെയറായിട്ട് ഫോം ചെയ്യും. അത് പിന്നെ അതിൽ സ്മോൾ പോർസ് ഉണ്ടാവും, അതിലൂടെയാണ് എന്ത് ചെയ്യുക സബ്സ്റ്റൻസുകൾ എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ ഈ സെല്ലിനിടയിൽ, അതായത് 2 സെല്ലുകളാണ് ഇതെങ്കിൽ ഈ സെല്ലിനിടയിൽ ഒരു സ്പെഷ്യൽ ഫ്ലൂയിഡ് ഫിൽഡാണ്, അതിന് പറയുന്ന പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്റ്റൻസുകൾ നമ്മൾ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജൻ അടക്കം ആദ്യം എൻ്റർ ചെയ്യുന്നത് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡിലാണ്. അവിടെ നിന്നാണ് പിന്നെ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുക. അത് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ തന്നെയാണ്, ടിഷ്യൂ ഫ്ലൂയിഡ് എൻ്റർ ചെയ്യുന്നു, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് പോരുന്ന സമയത്ത് എന്താണ് ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പെഷ്യലൈസ്ഡ് ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ്, അതും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഹാർട്ടിനെ പറ്റിയിട്ടാണ്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തൊറാസിക് കാവിറ്റി, നമുക്കറിയാം നമുക്ക് 2 പാർട്ട് ഉണ്ടല്ലേ നമ്മളെ ബോഡിയുടെ, നമ്മൾ എന്താണ് ഡയഫ്രം, അതായത് ഇവിടെ ഡയഫ്രത്തിന് മുകളിലുള്ള ഭാഗം തൊറാസിക് കാവിറ്റിയും താഴെയുള്ള ഭാഗം അബ്ഡോമിനൽ കാവിറ്റിയാണ്. ഈ തൊറാസിക് കാവിറ്റിയിൽ സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ്, അതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്, സ്ഥാനം. അതായത് ഇച്ചിരി ചെരിഞ്ഞിട്ട് ലെഫ്റ്റ് തൊറാസിക് കാവിറ്റിയിൽ ലെഫ്റ്റിലായിട്ട് കാണുന്ന ഒരാളാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ടിനൊരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഉണ്ട്. നമുക്ക് നോക്കാം, ഹാർട്ടിനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ സ്റ്റേണം ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിബ്സ്, ഇതൊക്കെ പ്രൊട്ടക്ഷനാണ്. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മൾ ആരെ കാണുക, നമ്മുടെ ഹാർട്ടിനെ കാണുക. ഓക്കെ, ഇനി ഹാർട്ടിനെ നമുക്ക് നന്നായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു പിക്ക്. ഹാർട്ടിൽ ഞാൻ പറഞ്ഞു, ഹാർട്ടിന് നമുക്കൊരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ കാണാൻ പറ്റും, അതായത് ഒരു ഇരട്ട സ്തരം കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അതിനെയാണ് നമ്മൾ പെരികാർഡിയം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, പെരികാർഡിയം. അപ്പോൾ ഞാനിവിടെ ഒന്നാം സ്പെല്ലിങ് മാത്രമേ എഴുതുന്നുള്ളൂ, ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ഞാൻ പേര് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, പെരികാർഡിയാണ് നമ്മുടെ ഡബിൾ ലെയേർഡ് മെമ്പറിൻ്റെ പേര്, പെരികാർഡിയം. അപ്പോൾ ഇതിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡാണ്, അതിനെ പറയാം എന്ന പേര് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഡബിൾ ലെയേർഡ് മെമ്പറിൻ്റെ പേരാണ് പെരികാർഡിയം, അതിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡാണ്, ദാറ്റ് ഈസ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. അതിൽ എങ്ങനെയാണ് നോക്കാം. ഇവിടെ റൈറ്റ് ഏട്രിയ, അതായത് ഫസ്റ്റ് നമ്മുടെ റൈറ്റിൽ കാണുന്ന ഒന്നാമത്തെ ചേമ്പറാണ് റൈറ്റ് ഏട്രിയ. അതേപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയ. ഓക്കെ, ദെൻ റൈറ്റ് വെൻട്രിക്കിൾ, ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ 4 ചേമ്പേഴ്സ്. ഓക്കെ, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് വീനക്കാവയാണ്. വീനക്കാവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വെയിനാണ്. ഓക്കെ, അതായത് 2 വീനക്കാവയിൽ പെടുന്നത് 2 ആൾക്കാരാണ്. ഒന്ന് സുപ്പീരിയർ വീനക്കാവ, ദെൻ ഇൻഫീരിയർ വീനക്കാവ. സുപ്പീരിയർ വീനക്കാവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ടോപ്പിലുള്ള ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നതാണ് സുപ്പീരിയർ വീനക്കാവ. ഇൻഫീരിയർ വീനക്കാവ നമ്മുടെ ബോട്ടം, അതായത് ലോവറിൽ നിന്ന് താഴെ നിന്ന് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരിക, ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരിക. അതായത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള ബ്ലഡ് ആയതുകൊണ്ടാണ് അതിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നത് ഫസ്റ്റ് എൻറ്റർ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലാണ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും നേരെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എൻറ്റർ ചെയ്യുന്നു.
ഇവിടെ വെച്ചിട്ട് പൾമണറി ആർട്ടറി വഴി, ഇതാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറി വഴി ഇതെന്ത് ചെയ്യാണ്? ലങ്സിലേക്ക് എൻ്റർ ചെയ്യാണ്. എവിടത്തേക്ക്? ലങ്സിലേക്ക് എൻ്റർ ചെയ്യാം. പൾമണറി മീൻസ് ലങ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ പൾമണറി ആർട്ടറി എന്ന് പേര് വരാൻ കാരണം പൾമണറി എന്ന് പറഞ്ഞത് ലങ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ലങ്സിൽ ആരുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ച് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഓക്സിജനേറ്റഡ് ബ്ലഡാക്കി മാറ്റുന്നു. അതിനെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് പൾമണറി വെയിൻ. ആരാണ്? പൾമണറി വെയിൻ. പൾമണറി വെയിനാണ് എന്ത് ചെയ്യുക? ഹാർട്ടിലേക്ക് ഓക്സിജൻ അടങ്ങിയ ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, പൾമണറി വെയിന് നേരെ എവിടത്തേക്കാണ് വരിക? നമ്മുടെ ലെഫ്റ്റ് ആട്രിയത്തിലേക്കാണ് ഫസ്റ്റ് എൻ്റർ ചെയ്യുക പൾമണറി വെയിൻ. ഓക്കെ, പൾമണറി വെയിനാണ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് വരിക. ഓക്സിജനേറ്റഡ് ബ്ലഡിനെ, അതായത് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് എന്ത് ചെയ്യുക? പൾമണറി വെയിൻ ക്യാരി ചെയ്തുകൊണ്ട് ആദ്യം വരുന്നത് ലെഫ്റ്റ് ആട്രിയത്തിലേക്കും അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും എൻ്റർ ചെയ്യും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും എന്താണ്? നേരെ അയോട്ട വഴി ബോഡിയുടെ ഡിഫറൻറ്റ് പാർട്സിലേക്ക് എത്താണ് ചെയ്യുക. ഓക്കെ, അയോട്ട വഴി ബോഡിയുടെ ഡിഫറൻറ്റ് പാർട്ടിലേക്ക് എത്തുക. അപ്പോൾ അയോട്ട എന്ന് പറയുന്നത് ഒരു ആർട്ടറിയാണ്. മനസ്സിലായില്ലേ? ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്ത് ബോഡിയുടെ ഡിഫറൻറ്റ് പാർട്സിലേക്ക് എത്തുന്നതാണ് അയോട്ട. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ടിൽ നടക്കുന്നത്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി നോക്കാം. ഹാർട്ടിലെ 4 ചേമ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇങ്ങനെ 4 ചേമ്പേഴ്സാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്കറിയാം ഇൻഫീരിയർ വീനക്കാവ താഴെ നിന്ന് ബ്ലഡും സുപ്പീരിയർ വീനക്കാവ മുകളിൽ നിന്നും ബ്ലഡിനെ ക്യാരി ചെയ്ത് റൈറ്റ് ആട്രിയത്തിലേക്ക് എത്തിക്കുന്നു. ദെൻ അത് എവിടത്തേക്ക് പോകുന്നു? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്നും ടു പൾമണറി ആർട്ടറി വഴി എവിടത്തേക്ക് പോകുന്നു? നമ്മുടെ ലങ്സിലേക്ക് പോകുന്നു. ഓക്കെ, ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്തുകൊണ്ട് എവിടത്തേക്ക് പോകുകയാണ്? പൾമണറി വെയിൻ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. അവിടെ നിന്നും താഴേക്ക് എൻ്റർ ചെയ്യുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട വഴി ബോഡിയുടെ ഡിഫറൻറ്റ് പാർട്സിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതാണ് അവിടെ ആ ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒരു കാര്യം കൂടി കാണാൻ പറ്റും. ഇവിടെ വാൾവുകൾ പ്രസൻ്റ് ആണ്, അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ലെഫ്റ്റ് ആട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ നമുക്ക് ഒരു വാൾവ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ബൈകസ്പിഡ് വാൾവ്. എന്താ വിളിക്കുക? ബൈകസ്പിഡ് വാൾവ്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു പിക്കിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഇവിടെ 2 വാൾവുകൾ പ്രസൻ്റ് ആണ്. ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ആട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റ് ആട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ ഒരു ട്രൈകസ്പിഡ് വാൾവ് പ്രസൻ്റ് ആണ്. അതായത് 3 വാൾവുകൾ. ഓക്കെ, അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇനി അയോട്ടയുടെയും പൾമണറി ആർട്ടറിയുടെയും ഇടയിൽ നമുക്കിവിടെ ഇവിടെ 2 പേർക്കും കൂടിയിട്ട് അവിടെ 2 വാൾവ് കാണാൻ പറ്റും. അതാണ് സെമി ലൂണാർ വാൾവ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വാൾവുകൾ പ്രസൻ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു വാൾവുകൾ അവിടെ എന്തിനാണ്? ടു പ്രിവെൻറ്റ് ബാക്ക് ഫ്ലോ ഓഫ് ദി ബ്ലഡ്. അതിനാണ് വാൾവുകൾ അവിടെ